വിശുദ്ധ ഖുർആനിൽ റമദാനിനെ കുറിച്ച് പറയുന്നത് ഒരേ ഒരു സ്ഥലത്താണ്, സൂറത്തുൽ ബഖറയിലാണ്. റമദാനിനെ കുറിച്ച് പറഞ്ഞ തൊട്ടുടനെ അതിന്റെ നോമ്പും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയം സാമ്പത്തികമായ അച്ചടക്കത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കരുത്. അതുപോലെ തന്നെ വതുദ്ലു ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലു ഫരീഖം മിൻ അംവാലിന്നാസി ബിൽ ഇസ്ം വഅൻതും തശ്ഉറൂൻ, ജനങ്ങളുടെ ഒരു വിഭാഗം സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികളെ സമീപിക്കുകയും ചെയ്യരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അപ്പൊ നോക്കൂ, റമദാൻ, വിശുദ്ധ റമദാൻ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് പുണ്യമായ ഒരു മാസം. ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, നോമ്പിന്റെ ഏതാനും ചില നിയമങ്ങൾ അള്ളാഹു പറയുന്നു. എന്നതിന് ശേഷം അള്ളാഹു സാമ്പത്തികമായ അച്ചടക്കത്തെ കുറിച്ച് പറയുന്നു. ഹലാലായ മാർഗത്തിലൂടെയേ നിങ്ങൾ ഭക്ഷണം ഭക്ഷിക്കാവൂ എന്ന് പറയുന്നു. ഇത് നമ്മൾ റമദാനിനെ കുറിച്ച് പറയുന്ന ആയത്തുകളുടെ കുറച്ച് മുമ്പ് നോക്കിയാലും അവിടെയും നമുക്ക് കാണാൻ പറ്റും. എന്താണ് പുണ്യം എന്ന് വിശദീകരിക്കുന്നിടത്ത് വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി എന്ന് പറഞ്ഞിട്ട്, ബിർ എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും ഒക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നു വആതൽ മാല അലാ ഹുബ്ബിഹി ദബിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വബ്നിസ് സബീൽ, പണം നൽകുക അടുത്ത ബന്ധുക്കൾക്ക്, അഗതികൾക്ക്, അനാഥർക്ക്, വഴിയാത്രക്കാർക്ക്. അപ്പോൾ സമ്പത്ത് നൽകുന്നതിനെ കുറിച്ചും സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഈ റമദാനിനെ കുറിച്ച് പറഞ്ഞതിന്റെ മുമ്പും ശേഷവും ഒക്കെ ആയിട്ട് അള്ളാഹു പറയുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു സന്ദേശം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആരാധനകൾ എത്രമാത്രം പരിശുദ്ധമായിരിക്കണമോ, നമ്മുടെ ആരാധനകൾ എത്രമാത്രം നിസ്വാർത്ഥമായിരിക്കണമോ, ആ ആരാധനകളിൽ നമ്മൾ എത്രമാത്രം അഗാധമായി മുഴുകേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത്. നാളെ പരലോകത്ത് ഒരു അടിമയുടെയും കാലടികൾ ചലിക്കുകയില്ല അവന്റെ 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടാതെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു കാര്യം സമ്പത്തിനെ കുറിച്ചാണ്. ആ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ ചെലവഴിച്ചു. നമ്മൾ പലപ്പോഴും ഹലാലുകൾ നോക്കുന്നവരാണ്. ഹലാലായ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സംഗതി ഹലാലായി അറുത്തത് എന്നത് മാത്രമാണ്. പലപ്പോഴും ചിക്കൻ ഹലാലായിട്ടാണോ അറുത്തത് എന്ന് നമ്മൾ നോക്കും, ബീഫ് ഹലാലായിട്ടുള്ളതാണോ എന്ന് നമ്മൾ നോക്കും. പക്ഷേ ആ ബീഫ് വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന പണം, ആ ചിക്കൻ വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന പണം, അത് ഹലാലാണോ എന്നതും വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലുകളെ കുറിച്ച് അത് ഹലാലാണോ എന്നത് പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളോടും ഭാര്യാസന്താനങ്ങളോടും ഭാര്യമാർ ഭർത്താക്കന്മാരോടും അടുത്ത ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെയുള്ള ഇടപെടലുകളും പെരുമാറ്റങ്ങളും അതൊക്കെ ഹലാലാണോ, അതൊക്കെ നല്ല മാർഗത്തിലാണോ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആരാധനകളോടൊപ്പം പ്രധാനമാണ് നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, നമ്മുടെ പെരുമാറ്റ മര്യാദകൾ എന്നതും വളരെ സുപ്രധാനമാണ്.